AMMA അമ്മ സംഘടന അടിച്ചു പിരിഞ്ഞ് എല്ലാവരും രാജിവെച്ചത് നമ്മളല്ലേ. കഴിഞ്ഞ ഒരു മാസമായിട്ട് അമ്മ സംഘടനയിലെ നമ്മുടെ മറ്റേ കുലസ്ത്രീ ആയിട്ടുള്ള നമ്മുടെ ചേച്ചി ഉണ്ടല്ലോ, സംഗിണി ചേച്ചി. പണ്ട് 18 വയസ്സ് വരെ ഒരു മതത്തിൽ ജീവിച്ച് ആ മതം കൊള്ളില്ല, അല്ലെങ്കിൽ അത് മുഷിഞ്ഞ വസ്ത്രമാണ് എന്ന് പറഞ്ഞ് മറ്റൊരു പുതിയ വസ്ത്രത്തിലേക്ക് കയറി ഫീല് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള അതേ ചേച്ചി തന്നെ. സത്യം പറയാമല്ലോ, സംഘികൾ എവിടെ ഉണ്ടെങ്കിലും അത് കുളം തോണ്ടുമെന്നുള്ള ഒരു സംശയം വേണ്ട. അതായത് കലയിൽ പോലും വിഷം കലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഈ സംഘികൾ. പിന്നെ നമ്മൾ സംഘികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഹിന്ദു വിരുദ്ധത എന്നാണ് സാധാരണ ഈ സംഘി അനുഭാവികളായിട്ടുള്ള ആളുകൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് മെഴുകുന്നത്. പിന്നെ നമ്മൾ രാജ്യദ്രോഹിയും, നമ്മൾ സുഡാപ്പിയാകും, നമ്മൾ എന്തൊക്കെ പറയാവോ അതെല്ലാം ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സംഘികളെ കുറിച്ച് പറയുന്നവരൊക്കെ സൂക്ഷിക്കണം. സംഘികളെ കുറിച്ച് പറഞ്ഞാൽ അത് രാജ്യദ്രോഹിയാവും. നേരെ മറിച്ച് സംഘികളെ അനുകൂലിച്ച് പറഞ്ഞാൽ അവരൊക്കെ രാജ്യസ്നേഹികളാവും. നമ്മുടെ മറ്റേ ഹാർപ്പിക് ഹുസൈനും അതുപോലെ തന്നെ മറ്റേ മൂങ്ങാക്കണ്ണൻ ഫസൽ കാരാട്ടൊക്കെയല്ലേ, അവരൊക്കെ രാജ്യസ്നേഹികളാണ്. അപ്പോൾ നമ്മുടെ ചേച്ചി സംഘടനയിൽ പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഡയലോഗ് ഇട്ടായിരുന്നു: ഞാൻ മരിച്ചാൽ പോലും എൻ്റെ ശവം കാണാൻ പോലും ഈ അമ്മ സംഘടനയുള്ള ഒരാളും വരരുത്, എനിക്ക് പെൻഷനും വേണ്ട, ഒന്നും വേണ്ടാന്ന്. അൻസിബ എന്ന് പറയുന്ന സ്വന്തം സഹപ്രവർത്തകയായിട്ടുള്ള ഒരു കലാകാരിയെ കുറിച്ചിട്ട് ഇവർ നടത്തിയിട്ടുള്ള പരാമർശങ്ങളെല്ലാം നമ്മളെല്ലാം മലയാളികളും കണ്ടതാണ് അല്ലേ. ഇവർക്കെതിരെ പോലീസിൽ ഒരു പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 മണിക്കൂർ അൻസിബയെ ഹരാസ് ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ടിനി ടോം എന്ന് പറയുന്ന ഒരുത്തനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ചേച്ചി കിടന്നുകൊണ്ട് ഈ അഭ്യാസമൊക്കെ കാണിച്ചത്. ഈ താരസംഘടനയിലെ അഴിമതികളെ കുറിച്ചിട്ടും ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ സംഘടനയിൽ നിന്നും ഈ സംഘടന പണം സ്വീകരിക്കരുത് എന്ന് അൻസിബ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായത്. എന്തായാലും സ്ത്രീകൾക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള പല നടന്മാരും മാറി നിന്നുകൊണ്ട് ഇവർക്കൊരു പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ഏതാണ്ട് 5-6 മാസം അങ്ങോട്ട് ആയിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ അടിച്ച് പിരിഞ്ഞ് കലക്കി എന്ന് വേണം നമുക്ക് പറയാൻ. അപ്പോൾ നമ്മുടെ ചേച്ചി ഇപ്പോൾ പുതിയ ചില നമ്പറുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതൊക്കെ മലയാളികളുടെ മനസ്സിൽ ഇരിപ്പുണ്ടല്ലോ അല്ലേ. ഒരു സഹപ്രവർത്തിയായിട്ടുള്ള ഒരു സ്ത്രീ കൂടിയായിട്ടുള്ള ഒരു നടിയെ കുറിച്ചിട്ട് ചേച്ചി പറഞ്ഞതും ചേച്ചി കുത്തിയിരുന്ന് പ്രാഗിയതും ഇന്നും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. ഇമാതിരി പ്രാഗാണ് ഈ വൃത്തികെട്ട സാധനം പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ചേച്ചി മറ്റേ 2020 ഭാഗമായിട്ട് BJP കാൻഡിഡേറ്റ് മത്സരിക്കാൻ വേണ്ടി പോയിട്ട് വോട്ടർ ലിസ്റ്റിൽ പോലും പേരില്ലാതെ പോയിട്ടുള്ള ഒരു അധഭാഗ്യതയാണ് ഈ സാധനം. എന്താണേലും നമുക്ക് ചേച്ചി പറയുന്നതെന്ന് കേട്ടിട്ട് ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന ഒരാളുണ്ട് സിനിമയിൽ, നമ്മുടെ ശാന്തിവിള ദിനേശൻ. പുള്ളി പറയുന്നത് കൂടെ നമുക്കൊന്ന് കേട്ടു. ഇപ്പൊ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് കേട്ടോ. ഒരു മതചിഹ്നം വരാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ട് അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഒരു കുരിശ് അവിടെ വന്നാൽ, അല്ലെങ്കിൽ ഒരു പള്ളിയുടെ പേര് വന്നാൽ എന്താണ് പ്രശ്നം? അത് അവർ മാത്രമല്ല അങ്ങനെ ഒരു അഭിപ്രായം ഉന്നയിച്ച വ്യക്തി. അവർക്കെതിരെ അവർ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? പ്രധാനമായിട്ടും അവർക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതി വ്യാജ പരാതിയാണ്. സന്തോഷ് കീഴാറ്റൂർ എടുത്തിട്ടുണ്ട്, സിജോയ് വർഗീസ് എതിർത്തിട്ടുണ്ട്. അവരുടെ ഒന്നും പേരിൽ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടില്ലല്ലോ. സഹോദര, ഈ വാക്ക് ഞാൻ പറഞ്ഞതല്ല, ഇത് അൻസിബ പറഞ്ഞ വാക്കുകളാണ്. മതസ്ഥാപനത്തിൽ നിന്ന് ടൈറ്റിൽ സ്പോൺസർഷിപ്പ് സ്വീകരിക്കരുത് എന്ന് ഞാൻ പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ആ മതസ്ഥാപനത്തിന്റെ പണം ആ മതസ്ഥാപനത്തിനുള്ളതാണ്, അവിടെ വരുന്ന ഡിവോട്ടീസിനുള്ളതാണ് ആ പണം. അത് ഏത് മതസ്ഥാപനം ആയിക്കോട്ടെ, അത് ഒരു ചലച്ചിത്ര മേഖലയ്ക്ക് സംഭാവന ചെയ്യേണ്ട ഒരു പണമല്ല അത്. ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് കേൾക്കുമ്പോൾ എനിക്കുള്ളൊരു വേദനയുണ്ട്. ഞാനൊരു ഇന്ത്യൻ പൗരയാണ്. അപ്പോൾ ചില കമന്റുകളൊക്കെ കാണുമല്ലോ, പാകിസ്ഥാനിൽ പോകുന്ന പലയിടത്തും. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്, നമ്മൾ കാണുന്ന കമന്റുകളാണത്. ഇത് കേൾക്കുമ്പോൾ ഒരു വേദന ആലോചിച്ചിട്ടുണ്ടോ? അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന. അങ്ങനെ അല്ലായിരുന്നല്ലോ സംഭവിച്ചത്. യാഥാർത്ഥ്യം സ്ത്രീകൾ തമ്മിലോ ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾ തമ്മിലുള്ള ഐക്യമില്ലായ്മയോ അല്ലായിരുന്നല്ലോ. എന്താണ് ശ്വേതാ മേനോൻ എന്ന പ്രസിഡന്റ് അടർക്കളത്തിലെ അഭിമന്യുവിനെ എന്ന പോലെ 7 മണിക്കൂർ ഈ പുരുഷന്മാരും മറ്റാൾക്കാരും കൂടെ ചേർന്നിട്ട് അവരെ ടോർച്ചർ ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. ആക്ച്വലി അത് തന്നെയല്ലേ, ലിറ്ററലി അത് തന്നെയല്ലേ ടോർച്ചറിങ്. ആ വാക്ക് ഇപ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത്. അത് മാത്രമല്ല, ഏറ്റവും അവസാനം ബാബുരാജ് എന്ന് പറഞ്ഞ വ്യക്തി വന്ന് പറഞ്ഞ അലിഗേഷൻ എന്താണ്? BJPക്ക് കാൻഡിഡേറ്റ്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോൻ, ഞങ്ങളൊക്കെ കാൻഡിഡേറ്റ്സ് ആയിരുന്നല്ലോ, ഞാനും അഞ്ജലിയും, പിന്നെ ഭരണസമിതിയിലുള്ള അംഗങ്ങൾ കാൻഡിഡേറ്റ്സ് ആകുന്നു. അതുകൂടാതെ അമ്മയിലുള്ള മറ്റ് കാൻഡിഡേറ്റ്സിനെ നിർത്താൻ വേണ്ടിയിട്ട് BJPക്ക് കാൻഡിഡേറ്റ്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കമ്മീഷൻ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ആ നിമിഷമാണ് 7 മണിക്കൂർ പൊരുതി നിന്ന ശ്വേതാ മേനോൻ
വേദനിച്ചുകൊണ്ട് ഞാൻ അമ്മയിലെ അംഗത്വം തന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായിരുന്ന ശ്രീ ഇന്നസെന്റ്, അദ്ദേഹം MP-യുമായിരുന്നു, അമ്മയുടെ പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹത്തിന് അപ്പോൾ അയിത്തം ഉണ്ടായിരുന്നില്ല. ഗണേഷ് കുമാർ എന്ന് പറയുന്ന MLA ഒരു കാലത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകനായിരുന്നു, പിന്നീട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോട് ചായ്വുള്ള MLA ആയിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹം MLA ആകാതിരുന്നത്. അതുപോലെ തന്നെ ശ്രീ മുകേഷ് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായിരുന്നു. അതുപോലെ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന മലയാളത്തിന്റെ സൂപ്പർ താരം, അദ്ദേഹം എന്നും ഇടതുപക്ഷ രാഷ്ട്രീയം തുറന്നു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ശ്രീ സിദ്ദിഖ് കോൺഗ്രസ് രാഷ്ട്രീയം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശ്രീ ജഗദീഷ്, അദ്ദേഹം കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിരുന്നു. ശ്രീ രമേശ് പിഷാരടി, അദ്ദേഹം കോൺഗ്രസിന്റെ കാൻഡിഡേറ്റുമായിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ MLA-യുമാണ്. ഇവർ പാവം ചേച്ചി അല്ലേ. ഇനി അമ്മ എങ്ങോട്ട് പോവുകയാണ്? അമ്മ എങ്ങോട്ടെങ്കിലും പോകട്ടെ. സത്യത്തിൽ അമ്മ എന്ന് പറയുന്ന ഈ സംഘടനയുടെ പേര് തന്നെ മാറ്റിയിട്ട് ഇതുപോലെ താരസംഘടന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കുന്നതായിരിക്കും നല്ലത്, എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ചേച്ചി പതിവ്രതയാണ്, സത്യസന്ധതയാണ്, നിഷ്കളങ്കയാണ്. പിന്നെ ചേച്ചി പറഞ്ഞല്ലോ കുറേ ആൾക്കാർ ഇന്ന പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്നു. നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ BJP-യുടെ MP ആണ്, അദ്ദേഹം മന്ത്രിയാണ്. അത് ചേച്ചി വിട്ടുപോയതാണോ? ഇല്ല. ചേച്ചി, നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയത്തിൽ വേണമെങ്കിലും പോകാം, ഏത് രാഷ്ട്രീയത്തിൽ വേണമെങ്കിലും പ്രവർത്തിക്കാം. പക്ഷേ സംഘപരിവാർ പ്രസ്ഥാനം എന്ന് പറയുന്നത് അതൊരു തീവ്രവാദ പ്രസ്ഥാനമാണ്. കാരണം അതുകൊണ്ടാണ് ചേച്ചിനെ ആരും അംഗീകരിക്കാഞ്ഞത്. അതുകൊണ്ടാണ് ചേച്ചിയെയും ചേച്ചിയുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാരെയും ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കാത്തത്. ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമൂഹം പോലും നിങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ചേച്ചിക്ക് ഇനി എപ്പോഴാണാവോ മനസ്സിലാകാൻ പോകുന്നത്. ഇനി നമ്മുടെ ശാന്തിവിള ദിനേശൻ കൊടുക്കുന്ന മറുപടിയും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഞാൻ ആ സ്ത്രീയെക്കുറിച്ച് ഒരു വക സംസാരിക്കില്ല. യാതൊരു നാക്കിന് ലൈസൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ സത്യസന്ധത എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്ത ആ ബോർ സ്ത്രീയെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല. അവരെക്കുറിച്ച് ഒന്നും സംസാരിക്കില്ല. രാജിവെച്ച് പോയല്ലോ, പിന്നെന്തേ ഓട്ടന്നേ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പോയി ഒരു ശുദ്ധികലശം നടന്നാൽ തന്നെ അമ്മ ചിലപ്പോൾ നന്നാവും. ജൽ ബോഡിയിൽ എന്താ പറയുക 200 പേരെന്തോ ഒപ്പിട്ടു എന്ന് പറഞ്ഞു അവിശ്വാസത്തിന്. അയാൾ അൻസിബയെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് തെളിയിച്ചു അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻസിബയ്ക്ക് നീതി കിട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇങ്ങനെയൊന്നും ആകാൻ പാടില്ലായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടെ സ്ത്രീകളെ സംഘടനയുടെ തലപ്പത്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ ഭയങ്കര കഷ്ടമായി. 10 മാസം കൊണ്ട് തന്നെ നശിപ്പിച്ചു. വാർത്താ മാധ്യമങ്ങൾ ചർച്ചയായിരിക്കുന്നത് അമ്മയാണ്. ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം അമ്മയിൽ എന്താ പറയുന്നത്? അല്ല, വിചാരിച്ചിരുന്നത് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അമ്മ തകരും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അമ്മയ്ക്ക് തകർച്ച ഉണ്ടാക്കാത്ത രീതിയിൽ ഈ പറഞ്ഞ എന്താ പറയുക, രാജിവെക്കേണ്ടവരൊക്കെ രാജിവെച്ച് പോയതുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകുമായിരിക്കും. അതേ അമ്മയെക്കുറിച്ച്, അമ്മയുടെ ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളൂ. കാരണം ഇങ്ങനെയൊന്നും ആകാൻ പാടില്ലായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടെ സ്ത്രീകളെ സംഘടനയുടെ തലപ്പത്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ ഭയങ്കര കഷ്ടമായി. 10 മാസം കൊണ്ട് തന്നെ നശിപ്പിച്ചു. തമ്മിൽ യൂണിറ്റി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുക, പ്രായം കുറഞ്ഞ കൊച്ചുകുട്ടി ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അവളെ വർഗീയവാദിയാക്കുക, അവളെ ചീത്ത വിളിക്കുക, പിന്നെ സീനിയറായ ഒരു നടിയുണ്ട് നീ ആരടി എന്നൊക്കെ ചോദിച്ചിട്ട് ഇടിക്കാൻ കയ്യോങ്ങുക, മുട്ട് കയറ്റുക എന്നൊക്കെ പറയുക, പിന്നെ അവളുടെ അമ്മയ്ക്ക് ചേർത്ത് ചീത്ത വിളിക്കുക. ഇതൊന്നും ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ചെയ്യേണ്ടതല്ല. അതാണ് പ്രശ്നം. അത് എനിക്കോട് പ്രശ്നങ്ങൾ തീർന്നു തോന്നുന്നു. തീരും, ഇനി കുഴപ്പമില്ല. അപ്പൊ ഇതിലും നല്ല മറുപടി നമ്മുടെ സംഗീണി ചേച്ചിക്ക് ഇനി കൊടുക്കാനില്ല. കാരണം ഈ ശാന്തിവിള ദിനേശിനെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായിട്ടുള്ള പദപ്രയോഗം നടത്തിയിട്ടുള്ള ഒരു കുലസ്ത്രീയാണ് നമ്മുടെ ചേച്ചി. ഏതായാലും ചേച്ചിയുടെ കുറെ ശിങ്കിടികളും അനുയായികളും ഈ സംഘടനയിൽ നിന്ന് പുറത്തു പോയതോടുകൂടി ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പക്ഷേ ചിലപ്പോൾ ഇനി നന്നായേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും അൻസിബ ആ നിലപാടിൽ ഉറച്ചു നിന്നു. കാരണം അൻസിബയെ കുറിച്ചിട്ട് പറയാൻ പാടില്ലാത്ത ഒരു പരാമർശമാണ് ടിനി ടോം നടത്തിയത്. അതിനെ ചോദ്യം ചെയ്തപ്പോഴത്തേക്കാണ് ചേച്ചിക്ക് കുരുപൊട്ടിയത്. അപ്പൊ ചേച്ചി എന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അവസാനം ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവം പോലും കാണാൻ പറ്റരുത്, എനിക്ക് പെൻഷനും വേണ്ട എന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അല്ലേലും ഇതിനൊക്കെ ആര് കാണാൻ പോകുന്നു? ഇവിടെ ജീവനോടുണ്ടായിട്ട് ഇതൊക്കെ അഭിനയിച്ച സിനിമ വന്നാൽ പോലും നമ്മളൊക്കെ വെറുത്തു പോകും. കാരണം ആ സിനിമയ്ക്കൊന്നും നമ്മൾ പോകാറേ ഇല്ല. കാരണം ഇതിൻ്റെയൊക്കെ മുഖം കാണിച്ചാൽ തന്നെ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് തന്നെ പോകാറില്ല. എന്താണേലും നല്ല കിണ്ണം കാച്ച മറുപടിയല്ലേ. അപ്പം അമ്മ സംഘടനയ്ക്ക് ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ എന്താണ് ചേച്ചിയുടെ പുതിയ തന്ത്രങ്ങളും അടവുകളും എന്നൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. അടുത്തൊരു വീഡിയോ കാണാം. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ബൈ.